എല്ലാവർക്കും നമസ്കാരം. നിജിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വലിയ മുഖവുരകളൊന്നും ആവശ്യമില്ലാത്ത നല്ല നാടൻ കുമ്പളങ്ങ വെച്ചിട്ടുള്ള നല്ലൊരു മോരുകറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതിനൊപ്പമുള്ള നല്ല കോമ്പിനേഷൻസ് എല്ലാം നമ്മൾ കൂടെ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്ന് സ്പെഷ്യലായിട്ട് ഈ കുമ്പളങ്ങ മോരുകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. നിങ്ങളുടെ വിലയേറിയ ഒരു ലൈക്ക് തരിക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം. അപ്പോൾ ഇതാണ് കുമ്പളങ്ങ, ആഷ്ഗാഡ് എന്ന് പറയും. അപ്പോൾ അതൊരു മുറി കുമ്പളങ്ങ നമ്മൾ ഇതുപോലെ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ച് അരിയുന്നത് കാണിക്കാനൊന്നുമില്ല, തീരെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. അത്രയും പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ. നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു ചട്ടിയിലേക്ക് ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണിനടുത്ത് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 5 പച്ചമുളക്, അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. പിന്നെ നമുക്ക് ഈ കറിക്ക് അധികം എരിവ് വന്നാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എന്നാലും അത്യാവശ്യം എരിവ് വേണം. അപ്പോൾ ഞാനൊരു 5 പച്ചമുളക് അധികം എരിവില്ലാത്ത ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നികക്കാൻ പാകത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് അടച്ച് വെച്ച് നല്ല പോലെ വറ്റിച്ചങ്ങ് വേവിച്ചെടുക്കണം. നല്ല പോലെ വറ്റി വരണം കേട്ടോ. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഇളക്കിയൊക്കെ കൊടുക്കണം. പിന്നെ എന്താ പറയുക, കഷ്ണം നന്നായിട്ട് ഉടഞ്ഞ് വേവിക്കണം. അതാണ് ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ് ആക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി നോക്കി അങ്ങനെ നമുക്ക് നന്നായിട്ട് ഈ സംഭവം അങ്ങ് വറ്റിച്ചെടുക്കാം. അപ്പോൾ ആ സമയത്തിനുള്ളിൽ നമുക്ക് അരപ്പ് റെഡിയാക്കാം. ഞാനിത് ഒരു അരമുറി തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മെയിനായിട്ടും നമ്മൾ മോരുകറിക്ക് ഏറ്റവും ടേസ്റ്റ് നൽകുന്ന എന്താ പറയുക, ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചേർത്ത് കൊടുത്ത ജീരകമാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഒരു 2-3 അല്ലി ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില. ഇത്ര ഇട്ടിട്ട് വെള്ളം തൊടാതെ നന്നായിട്ട് അരച്ചെടുക്കുക. പിന്നെ നന്നായിട്ട് അരയുന്നില്ലെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. അങ്ങനെയാണ് നല്ല മഷി പോലെ അരച്ചെടുക്കണം. മിക്സിയുടെ ജാറിലിട്ടിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. ഇതാ കണ്ടോ, നമ്മുടെ കുമ്പളങ്ങ നല്ല വെന്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല 1/4 ഭാഗത്തോളം വെള്ളവും നമുക്ക് വറ്റി കിട്ടിയിട്ടുണ്ട്. തുറന്നു വെച്ച് കുറച്ച് നേരം കൂടി വേവിച്ച് കഴിഞ്ഞാൽ വെള്ളം അങ്ങ് വറ്റി കിട്ടിക്കോളൂ കേട്ടോ. അപ്പം നമ്മൾ അരച്ചെടുത്ത തേങ്ങയിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ലാസ്റ്റ് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ചേർത്ത് കലക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എത്രത്തോളം വെള്ളം ആവശ്യമുണ്ടോ അത്രയും വെള്ളം ചേർത്ത് ചെറിയ തീയിൽ, മീഡിയത്തിനേക്കാളും ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. പെട്ടെന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് തീ കൂട്ടി വെക്കേണ്ട, കാരണം തേങ്ങ ആ ഒരു കൺസിസ്റ്റൻസി അങ്ങ് പിരിഞ്ഞു പോകും. അപ്പോൾ ഒരു ചെറിയ ഫ്ലെയിമിലിട്ട് തന്നെ ഈ സംഭവം നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. പിന്നെ അപ്പം നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ, അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് മുന്തി നിൽക്കണം, കാരണം ഇനി ഇതിലേക്ക് നമ്മൾ കടുകൂടി തൈര് കൂടി ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത്തിരി ഉപ്പ് മുന്തി നിന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അടച്ചു വെച്ച് ചെറിയ ഫ്ലെയിമിൽ നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതാ ഒരു 2-3 കയ്യിൽ പുളിയില്ലാത്ത തൈരാണ് കേട്ടോ എനിക്ക് കിട്ടിയിരിക്കുന്നത്. പുളിയുള്ള തൈരാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. പക്ഷേ അപ്പം നമ്മൾ അതിനനുസരിച്ചിട്ട് 3 കയ്യിൽ തൈര് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പുളിയുള്ള തൈരാണെങ്കിൽ 1 കയ്യിലൊക്കെ ധാരാളമാണ് കേട്ടോ. അപ്പോൾ അത് മിക്സിയുടെ ജാറിൽ നിന്ന് ഒരൊറ്റ കറക്ക് അങ്ങനെ കറക്കി എടുത്തിട്ടുണ്ട്. ചെറിയ ഫ്ലെയിമിലിരുന്ന് നമ്മുടെ തേങ്ങ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കലക്കി ഒരടി അടിച്ച് വെച്ചിരിക്കുന്ന തൈര് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നല്ല വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ. ഒരു തുള്ളി തൈര് പോലും കട്ട കെട്ടാൻ പാടില്ല. ഇപ്പോൾ തീരെ ലോ ഫ്ലെയിമിലല്ലേ ഇരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം പടേന്നങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്തേക്കുക. കാരണം പിന്നെ നമുക്കത് ചൂടാകേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് ചൂടായി വരാനാണ് ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഇളക്കാതിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് പിരിവിട്ട് പോകും കേട്ടോ.
അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട. അപ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. പിന്നെ നമ്മൾ വെളിച്ചെണ്ണയാണ് ഇവിടെ കടുക് വറുക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകും നമ്മുടെ ഉലുവയും കൂടി പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒരു 5-6 ചെറിയ ഉള്ളി ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞതും കൂടി താളിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ക്രഷ്ഡ് ചില്ലിയാണ് ഞാൻ ഇടുന്നത് കേട്ടോ. ഉണക്കമുളക് ഉണ്ടല്ലോ, അതിട്ടാലും മതി. അതും ഇട്ടതിന് ശേഷം ഇതിലേക്ക് മുളക് പൊടി ഞാൻ ചേർത്തിട്ടേ ഇല്ല. വേണമെന്നുള്ളവർക്ക് ഇപ്പോൾ ഒരു 1/4 ടീസ്പൂണൊക്കെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഉള്ളി നന്നായിട്ട് വഴണ്ട് വരത്തക്ക രീതിയിൽ നന്നായിട്ട് ചെറിയ ഫ്ലെയിമിൽ അങ്ങ് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ മോരുകറിക്ക് ടേസ്റ്റിന് വേണ്ടി എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? നമ്മൾ നമ്മുടെ കഷ്ണം നന്നായിട്ട് വെന്ത് കിട്ടണം, ഉടച്ചെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ അരപ്പ് ചേർത്തതിന് ശേഷം ചെറിയ ഫ്ലെയിമിൽ വേണം അരപ്പ് തിളപ്പിച്ചെടുക്കാൻ. പിന്നെ തൈര് ചേർത്തതിന് ശേഷം ഒത്തിരി ചൂടാക്കാനും പാടില്ല. പിന്നെ നമ്മുടെ വറവ് മാക്സിമം എന്തൊക്കെ ചേർക്കാൻ പറ്റുമോ അതെല്ലാം ചേർക്കുക. മീൻസ് വറവിന് വേണ്ട സാധനങ്ങൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ തന്നെ മാക്സിമം ചേർക്കുക. ഇതൊക്കെയാണ് ഇത് ടേസ്റ്റിന് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മോരുകറി ആയിരിക്കും കേട്ടോ. ഇങ്ങനെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി ഇതിപ്പം നമ്മൾ ഇപ്പോഴേ ഇളക്കുന്നില്ല. ആ ഒരു തന്നെത്താനെ ഇതിൻ്റെ ആ ഒരു ഫ്ലേവർ, നമ്മൾ ക്രഷ്ഡ് ചില്ലിയാണല്ലോ ചേർത്തത്, ഇല്ലെങ്കിൽ മുളക് പൊടിയാണെങ്കിൽ അത് ആ ഒരു ഫ്ലേവറൊക്കെ തന്നെത്താനെ കറിയിലേക്ക് ഇറങ്ങി അങ്ങ് പിടിക്കണം. ഇനി ഇതൊരു 2 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം മാത്രം തുറന്നിട്ട് ഇളക്കിയാൽ മതി കേട്ടോ. കണ്ടോ? ഇനി നമ്മൾ നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. കണ്ടോ, ആ എണ്ണയൊക്കെ തന്നെത്താനെ കറിയിലേക്ക് പോകുന്ന കണ്ടോ? ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾക്ക് നല്ല ചൂടോടുകൂടി ചൂട് കുത്തരി ചോറിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. ഒരു മീൻ വറുത്തത് ഇതിൻ്റെ കൂടെ മസ്റ്റാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, മുളക് പൊട്ടിച്ചതോ മെഴുക്ക് പുരട്ടിയോ അച്ചാറോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല സുഭിക്ഷമായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.